ഹായ്, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് മുന്നിലോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്ര, അത് വിജയമാണോ പരാജയമാണോ? ഈ പദ്ധതിയുടെ ആനുകൂല്യം എല്ലാവർക്കും ഒരുപോലെ നൽകുന്നതിനോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. നല്ല ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ഉയർന്ന വരുമാനമുള്ള സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകുന്നതിന് പകരം ഈ ആനുകൂല്യം ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് എത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ KSRTC ഇതിനകം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ്. അതുകൊണ്ട് സർക്കാർ പണം ചെലവഴിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ അതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്ന തരത്തിലായിരിക്കും. താഴെ തട്ടിലുള്ള വീട്ടമ്മമാർക്കും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്കും ഈ സൗജന്യ യാത്ര വലിയൊരു ആശ്വാസമാണ്. അതിനാൽ അവരെ മുൻഗണന നൽകണം. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലായ രോഗികൾക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രായമായ അച്ഛന്മാർക്കും ഇത്തരത്തിലുള്ള യാത്രാ ആനുകൂല്യം നൽകുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കണം. പദ്ധതി നല്ലതാണ്, പക്ഷേ അതിൻ്റെ ആനുകൂല്യം ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് എത്തുന്ന രീതിയിൽ സർക്കാർ പുനഃക്രമീകരിക്കണം. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല.